പ്രതീക്ഷയേകി ഗുരുവായൂർ തിരുനാവായ പാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേ. തൃശൂർ ഗുരുവായൂർ ഒറ്റവരിപ്പാത ഇരട്ടിപ്പിക്കുകയും ഗുരുവായൂർ തിരുനാവായ പുതിയ ഇരട്ടപ്പാത നിർമ്മിക്കുകയുമാണ് സർവേയിലൂടെ ലക്ഷ്യമിടുന്നത്. ഗുരുവായൂരിൽ നിന്ന് വടക്കോട്ടുള്ള പാതയ്ക്ക് കല്ലിട്ടിട്ട് 28 വർഷമായി. 1995 ഡിസംബർ 17 റെയിൽവേ മന്ത്രിയായിരുന്ന സുരേഷ് കൽമാടിയാണ് കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. 1982 അദ്ദേഹം തന്നെയായിരുന്നു പാതയുടെ പ്രഖ്യാപനം നടത്തിയതും. ആദ്യം ഗുരുവായൂർ കുറ്റിപ്പുറം പാതയെന്നായിരുന്നു പേര്. പിന്നീട് തിരൂരും താനൂരും ഏറ്റവും ഒടുവിൽ ഗുരുവായൂർ തിരുനാവായയുമായി. ബജറ്റിൽ പലതവണ തുക വകയിരുത്തി. ആരംഭിച്ച സർവേകളെല്ലാം വടക്കൻ മേഖലകളിലെ തർക്കങ്ങൾ മൂലം നിലച്ചു. റെയിൽവേ സ്ഥലമെടുപ്പ് ഓഫീസ് പിന്നീട് അടച്ചുപൂട്ടുകയായിരുന്നു. തൃശൂരിൽ നിന്നും തിരുനാവായ വഴിയുള്ള ഇരട്ടപ്പാത യാഥാർത്ഥ്യമായാൽ നിലവിൽ തെക്കൻ കേരളത്തിൽ നിന്നും മലബാറിലേക്കുള്ള യാത്രാ ദൂരം ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും കുറയും. നിലവിൽ എറണാകുളം ഭാഗത്തു നിന്നുള്ള ട്രെയിനുകൾ തൃശൂരിൽ നിന്നും ഷൊർണൂർ ജംഗ്ഷൻ വഴിയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. പുതിയ പാത നിലവിൽ വന്നാൽ ഈ റൂട്ട് ഒഴിവാക്കി തൃശൂരിൽ നിന്നും ഗുരുവായൂർ വഴി എളുപ്പത്തിൽ കോഴിക്കോട്ടേക്ക് എത്താം. TCV ന്യൂസ്, തൃശൂർ.